വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു പൊതുജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ഉന്നത സ്ഥാനമാണ്. അതിൽ വളരെ നന്ദിയുണ്ട്. അതിന് സഹായകരമായ നിലപാടെടുത്ത പാർട്ടി പ്രസിഡന്റ് സാദിഖ് തങ്ങളെ, കുഞ്ഞാഴ്ച സാഹിബ്, പാർട്ടി നേതൃത്വം, പ്രവർത്തകന്മാർ, അണികൾ എല്ലാവരോടും നിങ്ങളോട് എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഉറങ്ങി പക്ഷേ വാപ്പാനെ കുറേ ആലോചിച്ചു. എൻ്റെ രാഷ്ട്രീയ ഗുരു, എൻ്റെ വന്ദനായ പിതാവ്, എല്ലാവർക്കും പ്രിയങ്കരനായ സീതിയാജിയാണ്. വാപ്പ സാധാരണക്കാരനായി ജനിച്ചു. അങ്ങനെ സ്വയപ്രയത്നം കൊണ്ട് എല്ലാ ഇതിലും ഉന്നതിയിലൊക്കെ എത്തി. വാപ്പ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും, ഞാൻ നിങ്ങളോട് ആദ്യമായി ആമുഖമായി പറയാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറഞ്ഞാൽ വാപ്പ പറഞ്ഞത്, ആരെന്ത് കാര്യത്തിനൊന്ന് പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. നടക്കാൻ പറ്റാത്ത ആണെങ്കിൽ 100% നടത്തി കൊടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് അവരോട് തുറന്ന് പറയണം. ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കരുത് എന്നാണ് എൻ്റെ വാപ്പനോട് പറഞ്ഞത്. ഞാൻ 1982, 1990 കാലഘട്ടത്തിൽ ഇടവണ്ണ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാളിങ്ങനെ എന്നെ വന്ന് കണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലാണ്. വാപ്പ നിങ്ങൾക്ക് അറിയില്ല, നല്ല ചേസ് സ്മോക്കറാണ്. അങ്ങനെ സിഗരറ്റ് വെച്ച് കൊടുക്കുമ്പോൾ എന്നോട് വിളിച്ചു, ചങ്ങായി ഇവിടെ വാ. എന്തിനാ അയാൾ അങ്ങനെ ഇവിടെ വന്ന് പോകണമെന്ന് ചോദിച്ചു. നമ്മളെ നാട്ടിലെ ഭാഷയിൽ ഓനെന്തിനാ വന്ന് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാളിങ്ങനെ ബാങ്കിലെ ലോൺ ഉണ്ട്, അത് നടക്കൂല ചോദിച്ചു. ഞാൻ പറഞ്ഞ പ്രയാസമാണ്. എന്നാൽ പിന്നെ അതാണ് പറഞ്ഞാൽ പോരെ, ആരെയും അങ്ങോട്ട് നടത്തി ഓരൊക്കെ പൈസ ഇവിടുന്നെങ്കിലും കടം വാങ്ങി. അന്നൊക്കെ അക്കാലത്ത് 2 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ ചായമ്പോൾ 10 പൈസക്ക് പൊറാട്ടയൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ആളുകളെ നടത്തരുത്, ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അവന് കേൾക്കുമ്പോഴേ വിഷമം ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിൽ ഒരു കെടുമ്പില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ ആളുകളെ അവരുടെ പിരാക്കം കേൾക്കരുത്, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു ലൈനിൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ടാണ് എനിക്ക് അകം പുറം ഒന്നാണ്. എനിക്ക് ഉള്ളിലൊന്ന് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതാണ് എൻ്റെ ഒരു